നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നതേ സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ അടുത്താണ്. ഇപ്പൊ നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഈ മുളങ്കോട്ട് കാടൊക്കെ കാണുന്നത് അതിന്റെ അതിരാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്തുള്ളൊരു പാടമുണ്ട്, പാടം കാണിച്ചു തരാം. ഇതാണ്ടോ, ഇതിൻ്റെ അടുത്ത് നല്ല സുന്ദരമായ ഒരു പാടമുണ്ട്, വിശാലമായൊരു സ്ഥലമുണ്ട്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ കിട്ടിയൊരു വിവരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. കാരണം അറ്റകുറ്റപ്പണികൾക്കായിട്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം കുറച്ച് ഡേഞ്ചറാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ കാരണമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഇന്ന് കുഞ്ചൻ സ്മാരകത്തിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ പുരാണവും അതുപോലെ ഇതിഹാസവും അതുപോലെ സംസ്കാരവും ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ചെറിയൊരു എപ്പിസോഡ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പകശ്ശേരി രാജാവും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതിൽ വിവരിക്കാം. അപ്പോൾ 1705 1710 1770 1705 1770 അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാർ എന്നുള്ളതിന്റെ യഥാർത്ഥത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ യഥാർത്ഥ പേര് ഒന്നും കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന സാരപ്പേരാണ് ഈ കുഞ്ചൻ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചിട്ട് ചില ഐതിഹ്യങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇപ്പൊ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അത് ഞാൻ ഇതിൽ കാണിക്കാം. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു കുളമുണ്ട്. ഇപ്പൊ പണ്ട് ഒരു നമ്പൂതിരി, അദ്ദേഹത്തിന് 5-6 പെൺമക്കളുണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ പ്രായമായ പെൺമക്കളായിരുന്നു. അപ്പൊ അതിന് വളരെ ദരിദ്രനായിരുന്നു അദ്ദേഹം. ഇപ്പൊ വിവാഹം കഴിച്ച് അയക്കണമെങ്കിൽ പണം ആവശ്യമാണ്, അല്ലെങ്കിൽ ധനം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇതിന് പണം സ്വരൂപിച്ച് അവസാനം ഒരു മടിശീലയിലാക്കിയിട്ട് അദ്ദേഹം തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ കിള്ളിക്കുറിശി മംഗലത്ത് വന്നു. ഈ കിള്ളിക്കുറിശി മംഗലത്ത് വന്നിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ക്ഷേത്രം, അതായത് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഉള്ള കുളത്തിൽ പോയി കുളിച്ചു. അപ്പൊ കുളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവിടെ ഭക്ഷണം വല്ലതും കിട്ടുമോ ചോദിച്ചു. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ക്ഷേത്രത്തിൽ നിന്ന് അന്ന് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ അവിടുത്തെ പൂജാരി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, കുളിച്ചു വന്നോളാം പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പോയി. നമ്മളിപ്പോൾ ഞാൻ കാണിക്കാം ഈ കുളത്തില്. അപ്പൊ ആ കുളത്തിലാണ് അദ്ദേഹം ആ പടവില് അദ്ദേഹം മടിശീലൊക്കെ വെച്ച് അദ്ദേഹം കുളിച്ചു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോരുമ്പോൾ അദ്ദേഹത്തിന് നോക്കുമ്പോൾ മടിശീല അവിടെ കാണാനില്ല. അവിടെ നോക്കി അദ്ദേഹം പല ഭാഗത്തും തെരഞ്ഞു നോക്കി. അപ്പോൾ ഈ മടിശീല ഇല്ല. അങ്ങനെ അതിന് കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹം അവിടെ മടിശീല വെച്ചു. പക്ഷെ മടിശീലയുടെ മുകളിൽ ഒരു പശു ചാണകം ഇട്ടിട്ട് പോയിരുന്നു. അത് ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വളരെ വിഷണ്ണനായിട്ട് വന്ന് ഈ നമ്പൂതിരി, അതായത് പൂജാരിയോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ച് അദ്ദേഹം തിരിച്ചു പോയിട്ട് കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം പിന്നീട് ഈ പ്രദേശത്തേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ ഈ തിരുമേനിയെ കണ്ടു. തിരുമേനിയെ കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു, അതായത് പൂജാരി പറഞ്ഞു, എന്താ ഇപ്രാവശ്യം മടിശീലയുണ്ടോ കളയാനൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞേ ഇപ്രാവശ്യം ഒന്നുമില്ല, മടിശീലയൊന്നും കാര്യമായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ രാത്രിക്ക് എവിടെ കൂടും, കുറച്ച് ഭക്ഷണമൊക്കെ വേണമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞാൽ അവര് സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെടുകയാണ് തീരെ ആകെ. എങ്കിലും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഈ പൂജാരിക്ക് ഇവിടെ തന്നെ കുറച്ചപ്പുറത്താണ്
അദ്ദേഹത്തിൻ്റെ വേളി ഉണ്ടായിരുന്നത്. അതായത് വിവാഹം കഴിച്ചിട്ടുള്ള, വിവാഹം പറഞ്ഞു കഴിഞ്ഞാൽ വേളി എന്ന് പറയുന്നത് വിവാഹമാണെങ്കിലും ഇത് അവിടെ കൂടിയിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ആ വീട്ടിൽ വന്നു, ആ സ്ത്രീ അകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പൊ ഈ മടിശീലയുടെ കാര്യം അവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം എനിക്ക് ഒരു പൈസയൊന്നുമില്ല. അപ്പൊ എന്തായാലും 5-6 പെൺകുട്ടികളുണ്ട്, എങ്ങനെ കെട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അതൊരു ദൈവ നിശ്ചയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആ അകത്തുണ്ടായിരുന്ന സ്ത്രീ ചോദിച്ചു, എപ്പോഴാണ് മടിശീല പോയത്, എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ സമയമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സമയം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ആ സമയത്തിന്റെ, അതായത് ഇതൊക്കെ കണക്കൂട്ടിയപ്പോൾ ഈ സ്ത്രീ അന്ന് നമ്മൾ പറയില്ലേ മാസമുറ കഴിഞ്ഞിട്ട് ശുദ്ധമാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിന് ചാണകം വേണം. അങ്ങനെ ചാണകത്തിന് വേണ്ടിയിട്ട് അവര് ഈ കുളപ്പുരയിൽ അവിടെ വന്നു. നോക്കുമ്പോൾ അവിടെ ചാണകത്തിന്റെ മുകളിൽ കിടക്കണം. അവര് ചാണകം എടുത്തിട്ട് പോയി. വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അവരറിയുന്നത് ഈ ചാണകത്തിന്റെ ഉള്ളില് മടിശീലയുണ്ട്, പണമുണ്ടെന്ന്. അപ്പൊ അവരത് അഴിച്ചു നോക്കാനേ പോയില്ല, അത് വൃത്തിയാക്കിയിട്ട് അവിടെ എടുത്തു വെച്ചു. ഇദ്ദേഹം ത്തിന്റെ അടുത്ത് അത് താങ്കളുടേതാണോ എന്ന് വെച്ചിട്ട് വേഗം കൊണ്ടുവന്നു കൊടുത്തു നോക്കുമ്പോൾ അതൊരു തുറന്നു നോക്കിയിട്ട് കൂടിയില്ല. ഇദ്ദേഹം കണക്ക് പൈസയൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ എണ്ണി നോക്കിയപ്പോൾ കറക്റ്റ് ആ ഒരു 10 പൈസ ഒരു ഒന്നും കുറഞ്ഞിട്ടില്ല. അവർക്ക് വളരെ സന്തോഷമായി. അപ്പൊ അതൊന്ന് അവർ പറഞ്ഞു, ഞാനിത് പോയി എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്, അപ്പൊ ഇതിന്റെ ഒരു പകുതി നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവര് സ്വീകരിച്ചില്ല. ഞങ്ങൾക്ക് പൈസയൊന്നും ആവശ്യമില്ല, ഞങ്ങളിത് എടുത്തു വെച്ചാണ്. അപ്പൊ അവർ സത്യസന്ധമായിട്ട് അത് എടുത്തു വെച്ചു. എന്തായാലും ഈ ഒരു സംഭവത്തിന് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു അനുഗ്രഹം കൊടുത്തു. അതായത് നിങ്ങൾക്ക് നല്ലൊരു സന്താനം അല്ലെങ്കിൽ നല്ലൊരു പുത്രനെ നിങ്ങൾക്ക് ദൈവം തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ, അതായത് കുറച്ചു കാലത്തിന് ശേഷം ഉണ്ടായ പുത്രനാണ് ഈ കുഞ്ചൻ നമ്പ്യാർ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മകനായി ജനിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രായം, അതായത് എന്താ പറയുക, ബാല്യമൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു, ഈ ഭാഗത്ത് തന്നെ ആയിരുന്നു. പിന്നെ കൗമാരത്തിലേക്ക് അദ്ദേഹം വരുന്നത് ഇവിടെയാണ്, അമ്പലപ്പുഴ വരുന്നു, ചെമ്പകശ്ശേരിയുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ചെമ്പകശ്ശേരി രാജാവായിട്ടുള്ള ദേവനാരായണൻ. അപ്പൊ ദേവനാരായണ രാജാവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അത് കാരണം അതൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ ദേവനാരായണൻ രാജയുടെ അടുത്ത് അവിടെ കൊന്നുകൂടി അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പൊ കല്യാണ സൗഗന്ധ്യത്തിൽ ഈ ദേവനാരായണ രാജാവിനെ കുറിച്ചിട്ട് അദ്ദേഹം വളരെയധികം പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ ഈ ദേവനാരായണ രാജാവ് എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഒരു പട്ടാളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തിരുവിതാംകൂറിൽ അന്ന് മാർത്താണ്ഡ വർമ്മ ഈ അമ്പലപ്പുഴ ആ ഭാഗം കീഴടക്കണം എന്ന് വിചാരിച്ച് ഇവിടെ അദ്ദേഹം കുറെ കാലമായി ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും തമാശ അല്ലെങ്കിൽ ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇൻട്രോ കുറെ നീണ്ടു പോകുന്നുണ്ടല്ലേ, ശരി ഞാൻ എന്നാലും പറയാം. അപ്പൊ എങ്ങനെ പോയാൽ ഇത് ആക്രമിച്ച് കീഴടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ സൈന്യത്തിനെ അവിടുത്തെ നായന്മാര് ആക്രമിച്ച് അവരെ കൊല്ലുക എന്ന് പറയുന്നത് അവര് ദൈവഹിതമായിട്ട് അതായത് ഇതിനെതിരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ അവരതൊരു പാപമായി കണക്കാക്കിയുകൊണ്ട് മിക്കവാറും ഇവരോട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്, അതായത് ഈ പടയാളികൾ യുദ്ധം ചെയ്യില്ല. അപ്പോഴാണ് ഈ ദേവനാരായണൻ ഒരു ഔഷധം എന്ന് പറയാൻ പറ്റില്ല, ഒരു വിഷം കണ്ടുപിടിച്ചു. അത് അമ്പിന്റെ മുകളിൽ തേക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വാളിന്റെ മുകളിൽ തേച്ചു കഴിഞ്ഞാൽ തൽക്ഷണം തൊട്ട് കഴിഞ്ഞാൽ ആൾ മരിക്കും. ഇതിനെ കുറിച്ചിട്ട് പിന്നെ വേറെ ഒരു വെളിച്ചപ്പാട് തുള്ളി അതിന് ഇത് കാരണമാണ് അവിടെ കോളറ ഉണ്ടായതെന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഐതിഹ്യങ്ങളാണ്. എന്തായാലും മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിന് കീഴടക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം വേറൊരു പരിപാടി ഒപ്പിച്ചു. അതായത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്,
മാർത്താണ്ഡവർമ്മയ്ക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഈ വിശ്വാസങ്ങളൊന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിച്ചിട്ട് ഈ പടയാളികളെ കൊല്ലുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അവരെ പക്ഷെ അതിലും വിജയിച്ചില്ല എന്നാണ് പറയുന്നത്. ആ സംഭവത്തിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇത് റോഡിൻ്റെ സൈഡാണ്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഞാൻ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ തന്നെ നോട്ടെ, എന്നിട്ട് പറയാൻ വിചാരിച്ചില്ല. പിന്നീട് ഈ ചെമ്പകശ്ശേരി രാജാവിനെ അദ്ദേഹത്തിന് ദേവനാരായണന്റെ പട്ടാളത്തിന് അല്ലെങ്കിൽ ഇവരെ പരാജയപ്പെടുത്തുന്ന ഒരു ചതിയിലൂടെയാണ്. ആ ചതിയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ വിശദമായിട്ട് പറയാം. അങ്ങനെയാണ് ദേവനാരായണനെ തോൽപ്പിച്ചിട്ട് തിരുവിതാംകൂറിന്റെ ഭാഗമാക്കുന്നത് അമ്പലപ്പുഴ. അതിനുശേഷം ഇദ്ദേഹത്തിന് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലേക്ക് ഇദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അതായത് മനഃപൂർവ്വം ഇതായിട്ടല്ല, ഇഷ്ടം കൊണ്ടല്ല, പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടെ കുറച്ചു കാലം നിന്നു. എന്നിട്ടാണ് അദ്ദേഹം തിരിച്ച് വരുന്നത്. അപ്പൊ 3 തരത്തിലുള്ള തുള്ളൽ 64 കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാനിതിൽ ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ പലരും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കോട്ടോ. ഞാൻ അതിന് ലൈക്കും തോന്നും അടിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല. വിഷ്ണു ഒക്കെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഡേയ്സ് തരാൻ ചോദിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എടുത്തത്. കുറെ പേര്, അതായത് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം, ഞാൻ എല്ലാവരുടെ പേരുകളും പറയുന്നില്ല. നിങ്ങളുടെ പ്രോത്സാഹനം വളരെയധികം നമുക്ക് വേണം. അപ്പൊ നിങ്ങൾ ജാതി മതമൊന്നും നോക്കണ്ട, നിങ്ങൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി ഇതിന്റെ കലക്കത്ത് ഭവനത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത്, കുഞ്ചൻ നമ്പ്യാർ മരിക്കുന്നത് 1770-ലാണ്. മരണത്തിനെ കുറിച്ചിട്ടും ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. പേപ്പട്ടി വിഷബാധ കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നും പറയുന്നുണ്ട്. മരണത്തിന്റെ സമയമാകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട് ലാസ്റ്റ്. കാരണം വാർദ്ധക്യമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ കഴിഞ്ഞതിന് ശേഷം പിന്നെ ധർമ്മരാജ അത് ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചിവിടെ വരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് കാഴ്ചകളിലേക്കൊക്കെ പോകാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്തോളും എന്നെനിക്കറിയാം എല്ലാ കാര്യത്തും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പടിപ്പുര കഴിഞ്ഞിട്ടേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരു പത്തായപ്പുരയാണ്. അത് പഴയ കെട്ടിടങ്ങൾക്കൊക്കെ ഉണ്ടാവും. പിന്നെ ആ കാണുന്നത് ഓഫീസാണ്, ഇപ്പൊ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ഈ പത്തായപ്പുരയുടെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറാൻ അവിടെ കോണിയുടെ അവിടെ ഒക്കെ അടച്ചിരിക്കുകയാണ്, നമുക്കത് കാണാം. പിന്നെ ഇതാണ് കലക്കത്ത് ഭവനം, അവരുടെ ഒറിജിനൽ വീട്. കുറെ നവീകരിച്ചിട്ടുണ്ട് ഇതിന്റെ. ഞാനൊരു 10-35 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 35 വർഷത്തിന്റെ ആയിട്ടുണ്ടാവും. അന്ന് ഞാൻ വേറൊരാളുടെ കൂടെ വന്നത്, അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. അപ്പൊ ആ സമയത്ത് ഇതിങ്ങനെ ഇവിടെ ഈ മണ്ണൊന്നും അങ്ങനെ തേച്ചിട്ടില്ല. ഇത് പിന്നീട് അവർ മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് മോഡിഫൈ ചെയ്താണ്. പിന്നെ ഇതിന് ഒരു ഇത് കണ്ടോ, ഒരു വാതിലും അതുപോലെ ജനലൊക്കെ പഴയ മോഡൽ തന്നെയാണ്. അത്ര വലിയ കാലപ്പഴക്കം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ വീടിന്റെ ഇത് അടുക്കള ഭാഗമാണ്. ഈ അടുക്കള ഭാഗത്തിന്റെ ആ സൈഡിലാണ് അടുക്കള കിണറുള്ളത്. അപ്പൊ ആ ഭാഗം ഒന്ന് കാണിച്ചിട്ട് നമ്മൾ മറ്റേ ഭാഗം കാണിക്കാം. ഇദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചിട്ടൊക്കെ തർക്കമുണ്ട്. 1705-ലാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഐതിഹ്യമാലയിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അത് ആ വർഷം അല്ല എന്ന് പറയുന്നത് കേട്ടു. ഞാൻ ഇവിടുന്ന് പുറത്തൊക്കെ അന്വേഷിച്ചേക്കുമ്പോൾ അങ്ങനെ കേട്ടു. പിന്നെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹം ഈ ചെമ്പകശ്ശേരി രാജാവിനെ കുറിച്ചിട്ട് എഴുതിയ ആ കാലഘട്ടം അത് എടുത്തിട്ടുണ്ട്. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടാണ് ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് ഏകദേശം എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള നീളത്തിലുള്ള ജനലുകളാണ്, ഒറ്റ പൊളി ജനലുകളാണ്. ഇതിന്റെ അകത്തു നിന്നാണ് ജനല് അടയ്ക്കുക. അതുപോലെ അകത്തു നിന്നാണ് ജനലടയ്ക്കുന്നത്. എൻ്റെ പഴയ കാലത്തെ സെക്യൂരിറ്റി. ഇതേപോലെയുള്ള ജനലുകൾ ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ പുറത്തു പോയാലൊക്കെ ചിലയിടത്ത് കാണാൻ പറ്റും. പക്ഷെ മോഡേൺ വർഷം അവർ ഉള്ളിൽ നിന്നാണ് ജനലടയ്ക്കുക. ഇത് കണ്ടോ വാതില്, ഇത് നല്ല കനമുള്ള വാതിലാണ്, ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തതാണ്, ഈ മണ്ണൊക്കെ തേച്ചിട്ട് പിടിപ്പിച്ചതാണ്. വെട്ടുകല്ലായിരുന്നു ആദ്യം
അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരുന്നത്. വെട്ടുകല്ല് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ലല്ലോ ആ കെട്ടിടങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ കേട്ട വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ അടുത്തൊരു വായനശാലയുണ്ട്. അപ്പൊ അവിടെ ഒരു എഴുത്താണി ഇരിക്കുന്നുണ്ട്. അത് കുഞ്ചൻ നമ്പ്യാരുടെ ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോ അതിനെ കുറിച്ചിട്ട് ഞാൻ ഏറെ അന്വേഷിച്ച സമയത്ത് ഞാൻ കേട്ടത്, അവരൊരു പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്ന തറവാട്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ കൂടെ അവിടെ ഒരു തറവാട്ടിലുണ്ടായിരുന്നു ഈ ആണി. അപ്പൊ അത് കുഞ്ചൻ നമ്പ്യാരുടെ ആണെന്നൊക്കെ പറഞ്ഞൊരു ആഘോഷമായിട്ട് അത് കൊണ്ടുപോയി വെച്ചു. പിന്നെ അത് എല്ലാ വിജയദശമിയുടെ ആ സമയത്ത് നവമി ദശമിക്കൊക്കെ പൂജാ ഹോളിഡേയ്സിന് അത് ഇവിടെ കൊണ്ടുവരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ വായനശാല അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ പോകാത്തത്. ഇതൊരു 2 നില കെട്ടിടം. അതിന്റെ മുകളിൽ ഒരു നമ്മൾ പറയില്ലേ തട്ടുംപുറം എന്ന് പറയില്ലേ, ആണെങ്കിൽ 3 നില തന്നെ പറയാം. പഴയ കരിങ്കലിന്റെ ഓവുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്മൃതി മണ്ഡപമുണ്ട് കുഞ്ചൻ നമ്പ്യാർക്ക് വേണ്ടിയിട്ട്. ഈ ഭാഗത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടില്ലേ, ഇതാണ് അതിന്റെ മൊത്തം വ്യൂ. എന്തായാലും നമുക്ക് ഒരുപാട് എന്താ പറയുക ഹാസ്യ കൃതികൾ, തുള്ളൽ കൃതികൾ, പുതിയൊരു സാഹിത്യം, ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു മഹാന്റെ വീട്. നല്ല ഇതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നതിൽ ഇവരെ അഭിനന്ദിക്കാം. പക്ഷെ ഫണ്ടിന്റെ നല്ല ഷോർട്ടേജ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് വേറെയും കെട്ടിടങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ആരോപണങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. ഇത് ഞാൻ ജനലിന്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ കാണിക്കുന്നത്, ഇതിന്റെ അകത്തുള്ള ഈ ഭാഗം. ഇത് നമ്മൾ പറഞ്ഞില്ലേ വടക്കിനി ഭാഗം, 4 കെട്ടല്ല. ഇത് ഈ ഭാഗത്ത് കൂടെ നമ്മൾ ഇതിന്റെ അപ്പുറത്തേക്ക്, ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വാതില്ല അതിൽ. ഇത് നമ്മൾ പറയില്ല വടക്കൂറം എന്നൊക്കെ പറയും, വടക്കൂറം എന്നാ പറയാ. ഇതുപോലെ ഇത് കണ്ടോ, ഈ ജനല് കണ്ടല്ലേ, ഈ ജനല്, ഈ വാതില്, ആ വാതിലിന്റെ ഇരുമ്പിന്റെ പിടി ഒക്കെ കാണുമ്പോൾ അത് അത്ര പഴക്കമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓടൊക്കെ പുതിയതാണ്. ഓടൊക്കെ ഒരു 10-50 വർഷം പഴക്കേ ഉള്ളൂ. അത് 60 വർഷം പഴക്കത്തിന്റെ പോലെയാണ് എനിക്ക് ഇത് ഓടൊക്കെ തോന്നുന്നത്. ഈ അടുത്ത കാലത്ത് വെച്ചതാണോന്നും അറിയില്ല. ഇതാണ് പഴയത്. അപ്പോ വലിയൊരു കാലപ്പഴക്കമില്ല, ഒരു 300 വർഷം കണക്കാക്കാം. അതിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഇതിന്റെ അപ്പുറത്ത് കടന്നിട്ടുള്ള ഭാഗം കാണിക്കാം. ഇവിടെ ഒരു തുളസിത്തറയുണ്ട്. ഈ തുളസിത്തറയില് വേറെ എന്തോ ഔഷധ ഇത് കൊണ്ട് തുളസിയുണ്ട്. മഞ്ഞളാണോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. തിരുവിതാംകൂറിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നതിന്, കാരണം അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ വലിയ താല്പര്യപ്രകാരമൊന്നുമില്ല, നിർബന്ധിതനായതാണ്. പിന്നീട് അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് മടങ്ങി വരുമ്പോൾ വാർദ്ധക്യമായി എന്ന് പറഞ്ഞിട്ട് ഒരു പെർമിഷൻ ചോദിച്ചിട്ട് ഒരു കവിത അദ്ദേഹം എഴുതുന്നുണ്ട് രാജാവിന്. രാജാവ് അത് അംഗീകരിക്കുകയാണ്. ആ കവിതയിൽ എങ്ങനെയാണ്: കോലം കെട്ടുക കോലങ്ങളിൽ നടക്കുന്നുള്ള വേലക്കിനിക്കാലം വാർദ്ധകമാകയാൽ അടിയനെ ചാടിക്കൂ ഭൂപതി എന്ന് പറഞ്ഞിട്ട്, നല്ല ഈണത്തിന് ചെല്ലാവുന്നതാണ് കേട്ടോ. ഞാനത് നശിപ്പിക്കുന്നില്ല ചൊല്ലിയിട്ട്. മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കോണിട താഴത്ത് ഈ ഇതൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണ്. ആർട്ട് ഗാലറിയിൽ അത് തുറന്നിട്ടുമില്ല. എന്തെങ്കിലും സന്ദർശകർക്ക് ചെയ്യാവുന്ന ഒരു മാർഗം ഒന്നുമില്ല. അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് മാത്രം. ഇതൊക്കെ മരങ്ങളാണ്. അതായത് വാതിലിന്റെ ആ കനം ഉള്ള വാതിലൊക്കെ നോക്കുക. പിന്നെ കെട്ടിടത്തിന് ഇതിന് വലിയ പഴക്കം എനിക്ക് തോന്നുന്നില്ല. റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. തുള്ളലിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാത്തത്. കാരണം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കുത്ത് നടക്കുന്ന സമയത്ത് മിഴാവ് കൂട്ടുന്ന കുഞ്ചൻ നമ്പ്യാര് ഉറങ്ങിപ്പോയപ്പോൾ ചാക്യാര് കളിയാക്കി എന്നുള്ളതാണ് പുതിയതായിട്ട് ഇതിന് ബദലായിട്ട് ഒരു നർമ്മരസത്തില് ഒരു തുള്ളൽ കൃതികൾ അദ്ദേഹം രചിക്കാനുള്ള കാരണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഓട്ടകൻ, ശീതങ്കൻ, പറയൻ തുടങ്ങിയ 3 വിഭാഗങ്ങളിലായിട്ട് 64 തുള്ളല് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെ തുള്ളലുകൾ അല്ലാത്ത കുറെ കൃതികൾ വേറെയുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവര് പഠിപ്പിക്കുന്നത്. ഓട്ടം തുള്ളല് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണിത്. തുള്ളലുകളല്ലാത്ത കൃതികൾ എന്ന് പറയുന്നത് പഞ്ചതന്ത്രം കിളിപ്പാട്ട്, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, രുക്മിണി സ്വയംവരം 10 വൃത്തം, ശീലാവലി 4 വൃത്തം, ശിവപുരാണം, നളചരിതം, കിളിപ്പാട്ട്, വിഷ്ണുഗീതം, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അത് അദ്ദേഹത്തിന്റെ കൃതികളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നർമ്മവും സാമൂഹിക പ്രസക്തിയുള്ള കൃതികളായിരുന്നു അദ്ദേഹം എഴുതുന്നത്. പലപ്പോഴും ചിലവരെ കളിയാക്കിക്കൊണ്ട് അതിലൂടെ ചില
എന്താ പറയാ അറിവ് നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ നായർ വിശന്ന് കൽവലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വരി ഉണ്ട്. അതുപോലെ തന്നെ ഈ സന്താനഗോപാലത്തിലെ അർജുനൻ യമപുരിയിൽ ചെന്നപ്പോ കള്ളു കുടിക്കും നായന്മാരുടെ പള്ളക്കിട്ട് കൊടുക്കണ കണ്ടു എന്നൊക്കെ ഉള്ള ഒരു ഭാഗത്തെ ചെണ്ട പൊളിച്ചിട്ടൊരുവൻ ചെണ്ടയ്ക്കകമേ പുക്ക എന്ന് കേട്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കല്യാണ സൗകര്യത്തില് നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കട എന്ന് പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഇതില്. മുല്ലപ്പൊടി ഏറ്റ് കിടക്കും കല്ലിന് മുണ്ടൊരു സൗകര്യം, അതൊക്കെ അതിൽ എഴുതിയിട്ട് പിന്നീട് നമ്മൾ പറയാൻ തുടങ്ങിയ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പടിപ്പുരയുടെ രണ്ടു ഭാഗത്തുള്ള മുറികളാണ് കേട്ടോ. ഇവിടെ പടിപ്പുരയുള്ള വീടുകളൊക്കെ ധാരാളം. ഇത് കുറച്ച് പുതിയ കെട്ടിടമാണ് കേട്ടോ, ഈ ബാക്കിൽ കാണുന്ന കെട്ടിടം. അതല്ലാതെ വേറെയുണ്ട് പടിപ്പുരയുള്ള വീട്, കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയാലുണ്ട്. ഇവിടെ പഴയ ഒരുപാട് തറവാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ റിലേറ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ റോഡിന്റെ സൈഡിൽ തന്നെ. അവർ പഴയ ജന്മികളായിരുന്നു ഇവിടെ ഈ ഭാഗത്ത്. ഞാൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.